ഹായ് ഓൾ, ഇന്ന് നമ്മൾ ആർട്ടിഫിഷ്യൽ ജാസ്മിൻ ഫ്ലവർ മേക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് നമുക്ക് വേണ്ടത് ഈ ഐവറി കളർ ഫോം ഷീറ്റാണ്. പിന്നെ വേണ്ടത് ഒലീവ് ഗ്രീൻ കളർ ഫോം ഷീറ്റ് വേണം. ഇത് 8 mm തിക്നെസ്സിൻ്റെ ഫോം ഷീറ്റാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പെറ്റൽസ് കട്ട് ചെയ്യാനുള്ള പഞ്ചിങ് മെഷീനാണ്. ഇത് ജാസ്മിൻ ഫ്ലവറിൻ്റെ പഞ്ചിങ് മെഷീനാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പഞ്ചിങ് മെഷീനാണ്. അപ്പം നമ്മൾ ഈ ഐവറി കളർ ഫോം ഷീറ്റ് പഞ്ചിങ് മെഷീനിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ജാസ്മിൻ പെറ്റൽസിൻ്റെ ഷേപ്പ് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഫോം ഷീറ്റിൻ്റെ അടുത്തടുത്ത് വെച്ച് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ പഞ്ച് ചെയ്ത് എടുക്കണം. ഇങ്ങനെ പഞ്ച് ചെയ്ത് നമുക്ക് കുറേ പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കണം. കുറച്ച് ടൈം എടുക്കുന്ന പണിയാണ് കേട്ടോ ഇത്. ഇപ്പം ഞാൻ ഇത്ര ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പെറ്റൽസായിട്ട് അയൺ ബോക്സിൽ വെച്ച് ചെറുതായിട്ട് ചൂടായതിന് ശേഷം ഇങ്ങനെ വെച്ചെടുക്കണം. അപ്പോൾ പെറ്റൽസ് ഈ ഷേപ്പിൽ ആയി വരും. ഇനി നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ സ്റ്റെം ഒട്ടിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ 2 എടുത്ത് ഒരെണ്ണം അതിനകത്ത് വെച്ച് ഇതുപോലെ 2 5 പെറ്റൽ ഫ്ലവേഴ്സ് ജോയിൻ ചെയ്ത് 10 പെറ്റൽ ഫ്ലവേഴ്സ് ആക്കി ഇതുപോലെ ആക്കിയെടുക്കാം. ഇതാണ് കുറച്ചും കൂടെ ഭംഗിയിൽ നമുക്ക് കിട്ടുക. ഇനി നമുക്ക് സ്റ്റെം ഉണ്ടാക്കിയെടുക്കണം. അതിന് ഞാൻ ഒരു 1 or 2 ഇഞ്ച് സൈസിൽ നമുക്കിങ്ങനെ ഒലീവ് ഗ്രീൻ ഫോം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് 2-3 സ്ട്രിപ്സ് ഇങ്ങനെ ഒട്ടിച്ച് ജോയിൻ ചെയ്ത് ഇങ്ങനെ കൊടുക്കണം. ഒരു 3 സ്ട്രിപ്സ് വരുന്നതായിരിക്കും കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നമുക്ക് നിൽക്കാം. ഈ നമ്മൾ ഒട്ടിച്ച സ്റ്റെമ്മിനി കുഞ്ഞായിട്ട് കട്ട് ചെയ്യണം. ഇതൊരു സ്റ്റെം സൈസിൽ ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഫ്ലവറിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. നമ്മുടെ ജാസ്മിൻ ഫ്ലവർ റെഡി, ഒരെണ്ണം റെഡിയായി. ഇനി ഇത് നമുക്ക് ഒറ്റ സ്ട്രിങ്ങായിട്ട് ഇതുപോലെ കുറച്ച് ദൂരെ അകത്തി ഇങ്ങനെ വേണമെങ്കിൽ കെട്ടിക്കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് അടുത്തായിട്ട് അടുക്കിൽ ഇതുപോലെ കെട്ടിക്കൊടുക്കാം. ഈ 2 സൈസിലും ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഞാൻ കുറച്ച് സ്റ്റെം ഒട്ടിക്കാതെ റെഡി ടു വെയർ രീതിയിൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നോക്കാം. ഹെയർ ക്ലിപ്സിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒറ്റ ലെയറായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ 4-5 ലെയേഴ്സ് വെച്ചിട്ട് ഇതുപോലെ ബഞ്ചായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ക്ലിപ്പ് ഇങ്ങനെ എടുത്ത് ഇനി ചെറിയ കുട്ടികൾക്ക് ബോ ആയിട്ടും ഞാനിതിങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഈ ബഞ്ച് ക്ലിപ്പിൽ വേണമെങ്കിൽ നമുക്ക് താഴോട്ട് ഹാങ് ചെയ്ത് കൊടുക്കാമേ. ആവശ്യമുള്ളവർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ. താങ്ക്